നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇൻകംപ്ലീറ്റ് ഓർ മിസ്മാച്ച് ഇൻഫർമേഷൻ ഇൻ ടാലി ERP9 എന്നുള്ളതാണ്. GSTയുടെ റിട്ടേണുകൾ ഫയൽ ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും അവരുടെ മനസ്സിൽ ഉണ്ടാവാറുണ്ട്. ഞാൻ കറക്റ്റായിട്ടുള്ള GST റിട്ടേൺ തന്നെയാണോ ഫയൽ ചെയ്യുന്നത്? എൻ്റെ GST റിട്ടേണിൽ അല്ലെങ്കിൽ ഞാൻ ഫയൽ ചെയ്യാൻ പോകുന്ന GST റിട്ടേണിൽ എന്തെങ്കിലും എററുകളുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെ ട്രാക്ക് ചെയ്യാം? ഞാൻ എൻട്രി ചെയ്തിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും GST റിട്ടേണിലേക്ക് കയറി വന്നിട്ടുണ്ടോ? GST ആപ്ലിക്കബിൾ അല്ലാത്ത ഏതെങ്കിലും ട്രാൻസാക്ഷൻ റിട്ടേണിലേക്ക് കയറിയിട്ടുണ്ടോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ. നിങ്ങളുടെ HSN വൈസ് റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ? കറക്റ്റ് ടാക്സ് പെർസെൻറ്റേജ് തന്നെയാണോ എടുത്തിട്ടുള്ളത്? CGSTയും SGSTയും തന്നെയാണോ അതിൻ്റെ ചാർജ് ചെയ്യേണ്ട ട്രാൻസാക്ഷനിൽ ചാർജ് ചെയ്തിട്ടുള്ളത്? ഇങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ ഉണ്ടാകാം. ഇതെല്ലാം കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്യാൻ എന്നെ സഹായിക്കുന്ന എന്തെങ്കിലും റിപ്പോർട്ടുകൾ ടാലിയിൽ ഉണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടാവാം. തീർച്ചയായും അങ്ങനെ ഒരു റിപ്പോർട്ട് ടാലിയിലുണ്ട്. അത് ടാലിയുടെ GSTR റിപ്പോർട്ടുകളിൽ തന്നെ, GSTയുടെ റിപ്പോർട്ടുകളിൽ തന്നെ ഉള്ളതാണ്. ഇൻകംപ്ലീറ്റ് ഓർ മിസ്മാച്ച് ഇൻഫർമേഷൻ എന്നുള്ള ഓപ്ഷനാണ് അതിനായി നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഇൻകംപ്ലീറ്റ് ഓർ മിസ്മാച്ച് ഇൻഫർമേഷൻ ടാലിയിലൂടെ സോൾവ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ മെനുവിലേക്ക് വരിക. അവിടെ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിൽ GST സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾ ഫയൽ ചെയ്യേണ്ട GST റിട്ടേണുകളെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് കാണാം. അതിൽ നമ്മൾ ഫയൽ ചെയ്യാൻ പോകുന്ന GST റിട്ടേൺ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ GSTR 1 ഓപ്പൺ ചെയ്യുകയാണ്. സോ ആ പർട്ടിക്കുലർ പീരീഡിലുള്ള, ഇവിടെ ഏപ്രിൽ മാസത്തെയാണ്, ഏപ്രിൽ മാസത്തിലുള്ള റിട്ടേണുകളെല്ലാം പോപ്പപ്പ് ചെയ്ത് താഴെ കാണിച്ചിട്ടുണ്ട്. സീരിയൽ നമ്പർ വരെ 1, 2, 3, 9 വരെ ടേബിളുകൾ വന്നിട്ടുണ്ട്. B2B, B2C എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ഇതൊരു ട്രയാങ്കുലേഷൻ റിപ്പോർട്ടാണ്. ഇതിൽ ഏറ്റവും മുകളിലുള്ള കുറച്ച് ഇൻഫർമേഷൻ ആണ്. എത്ര ട്രാൻസാക്ഷൻ ടോട്ടൽ വന്നിട്ടുണ്ട്, ഈ റിട്ടേണിൽ എത്ര ട്രാൻസാക്ഷൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്, അതിൽ എററുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ട്. ഇവിടെ HSN വൈസ് സമ്മറിയിൽ ഒരു എറർ കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻകംപ്ലീറ്റ് HSN അല്ലെങ്കിൽ സർവീസ് അക്കൗണ്ടിംഗ് കോഡ് ഇൻഫർമേഷൻ ടു ബി പ്രൊവൈഡഡ്. അപ്പം HSN കോഡ് ഇല്ലാത്ത ഒരു ഐറ്റം, ഒരു ട്രാൻസാക്ഷനകത്ത് ഒരു ഐറ്റം പെൻഡിങ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് ഓർ മിസ്മാച്ച് ഇൻഫർമേഷൻ ടു ബി റീസോൾവ്ഡ് എന്ന് പറഞ്ഞിട്ട് 3 ട്രാൻസാക്ഷൻസ് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള എറർ ഫ്രീ ആയിട്ടുള്ള റിട്ടേൺ ആണ് നിങ്ങളുടെ എങ്കിൽ ഈ 2 സ്പേസും HSN എന്നുള്ള ഓപ്ഷൻ ഇൻകംപ്ലീറ്റ് HSN എന്നുള്ളടത്ത് അത് 0യും, അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് ഓർ മിസ്മാച്ച് ഇൻഫർമേഷൻ ടു ബി സോൾവ് എന്നുള്ള ലാസ്റ്റ് ലൈനും 0 ആയിരിക്കും. സോ നിങ്ങൾ ഇത് എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അതിലൊന്ന് എൻ്റർ അടിക്കും. ഇപ്പോൾ HSൻ്റെ എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങളവിടെ ഒന്ന് എൻ്റർ അടിക്കുകയാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതാൻ കാണിക്കും. ഇവിടെ സർവീസ് ബില്ലിംഗ് ആണ് വന്നിട്ടുള്ളത്, ക്യാഷിനാണ് ബില്ലടിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ അതിൻ്റെ HSN കോഡ് ഇല്ല എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് കോളത്തിൽ എന്താ എറർ എന്ന് കാണിച്ചു. നിങ്ങളൊന്ന് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണിക്കും റിപ്പയർ ചാർജസ് ആണ്. ഇവർ മറ്റുള്ള ഇവരുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന ഐറ്റംസ് റിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോൾ കസ്റ്റമർ കൊടുക്കുന്ന വരുമാനം, അതിൻ്റെ HSN കോഡ് സർവീസ് അക്കൗണ്ടിംഗ് കോഡ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ നേരെ ലെഡ്ജറിൽ പോകണമെന്നില്ല, ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി, അത് ലെഡ്ജറിലേക്ക് എഫക്റ്റ് ചെയ്തോളും. HSN കോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ അറിയാമെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ കോളത്തിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. സേവ് ചെയ്താൽ ആ എറർ അവിടെ പരിഹരിച്ച് അത് റിട്ടേണിലേക്ക് കയറി വന്നോളും. തെറ്റ് കൂടാതെ താഴെ HSN വൈസ് സമ്മറിയിലേക്ക് അത് കയറി വരുന്നുണ്ടാവും. ഇതുപോലെ തന്നെ മറ്റ് ഓപ്ഷനാണ് ഇൻകംപ്ലീറ്റ് ഓർ മിസ്മാച്ച് ഇൻഫർമേഷൻ എന്നുള്ളത്. ഇത് നിങ്ങളുടെ അക്കൗണ്ടിങ് ടാക്സ് പരമായിട്ടുള്ള മിസ്റ്റേക്കുകൾ കാണിക്കും. നിങ്ങൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്യൂ. ടോട്ടൽ 3 ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതിൽ 2 ട്രാൻസാക്ഷൻ മിസ്മാച്ച് ഡ്യൂ ടു ടാക്സ് എമൗണ്ട് മോഡിഫൈഡ് ഇൻ വൗച്ചർ. ടാക്സ് എമൗണ്ട് വൗച്ചറുകളിൽ മോഡിഫൈ ചെയ്തതിൻ്റെ പരിണിതഫലമായിട്ടുള്ള എററുകളാണ്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ റിക്വയർഡ് ഫോർ ഗ്യാതറിംഗ് ടേബിൾ വൈസ് ഡീറ്റെയിൽസ് നോട്ട് പ്രൊവൈഡഡ് അതും 2 എണ്ണമുണ്ട്. ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ്, അത് സ്റ്റേറ്റോ അതുപോലെ HSN അതുമാതിരിയുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാത്ത 2 ട്രാൻസാക്ഷൻസ് ഉണ്ട്. നിങ്ങൾ അതിൽ നിന്ന് എൻ്റർ അടിക്കുകയാണെങ്കിൽ ആ 2 ട്രാൻസാക്ഷൻ്റെ ലിസ്റ്റ് ഔട്ട് ഇട്ട് കാണിക്കും. ഇപ്പോൾ സാബു എന്ന് പറഞ്ഞവളുമായിട്ടാണ് പ്രശ്നമുള്ളത്. ആ ട്രാൻസാക്ഷൻ ഒന്ന് 6-4-ലും ഒന്ന് 10-4-ലും നടന്ന 2 ട്രാൻസാക്ഷൻസ്. അതിൽ 2ലും റൈറ്റ് സൈഡിൽ GST ഈസ് നോട്ട് സ്പെസിഫൈഡ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഇഷ്യൂ. നിങ്ങൾ എൻ്റർ അടിക്കുകയാണെങ്കിൽ അവിടെ പാർട്ടിയുടെ GST നമ്പർ ചോദിക്കുകയാണ്. GST നമ്പർ, ആ GST നമ്പർ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ഒരു ഓപ്ഷൻ. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ആ പാർട്ടിയുടെ ലെഡ്ജറിൽ വന്നിട്ട്, ഇപ്പോൾ ഇവിടെ ഇയാൾക്ക് GST നമ്പർ ഇല്ലാത്തൊരു പാർട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളുടെ ലെഡ്ജറിൽ വന്നിട്ട് അത് തിരുത്തുകയും ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക്
Ctrl+Enter എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ നേരെ അത് ലെഡ്ജറിൽ ആ വൗച്ചറിലേക്ക് വന്നു, സോഴ്സിലേക്ക് വന്നു. ഇവിടെ നിങ്ങൾക്ക് ഈ പാർട്ടിയെ സെലക്ട് ചെയ്യാം. സോ ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് കൺട്രി കൊടുത്തിട്ടുള്ളത്, അത് നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തിരുത്താം. അതല്ല നിങ്ങൾ ഇത് തിരുത്താതെ താഴെ ഒന്ന് തിരുത്തി പോവുകയാണെങ്കിലും നിങ്ങളോട് പറയും സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളത്. സോ എങ്ങനെയുള്ള എറർ ഉണ്ടെങ്കിലും നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് ടാലിയിൽ നിന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ടാലിയുടെ റിപ്പോർട്ടിൽ നിന്ന് ടൈപ്പ് ചെയ്തു. രണ്ടാമത് ഞാൻ Ctrl+Enter ഉപയോഗിച്ച് ഞാൻ ട്രാൻസാക്ഷൻസിലേക്ക് വന്ന് അവിടെ നിന്ന് തിരുത്തി. ഇപ്പോൾ ഞാനിവിടെ ഇയാളെ കൺസ്യൂമർ എന്ന് കൊടുത്തു, സേവ് ചെയ്തു. നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ സേവ് ചെയ്യാം. അത് നിങ്ങളുടെ റിപ്പോർട്ടിനെ എഫക്റ്റ് ചെയ്യും. ആ രണ്ട് ട്രാൻസാക്ഷനും അവിടുന്ന് എറർ ഫ്രീ ആയിട്ട് മാറി. ഇതുപോലെ തന്നെ ടാക്സ് എമൗണ്ട് മോഡിഫൈ ചെയ്തതുകൊണ്ട് വൗച്ചറിൽ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ എൻ്റർ അടിച്ച് നോക്കുകയാണെങ്കിൽ ട്രാൻസാക്ഷൻ ഏതാണ് എന്നൊന്ന് കാണാം. ഇവിടെ ആസ് പെർ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ആസ് പെർ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഒരെണ്ണം സാബുവുമായി ബന്ധപ്പെട്ടതും ഒന്ന് ക്യാഷുമായിട്ട് ബന്ധപ്പെട്ടതുമാണ്. സോ ഇവിടെ ആദ്യത്തെ കേസിൽ 1440 രൂപ ടാക്സ് വരേണ്ടതാണ്. ട്രാൻസാക്ഷനിൽ ഒരു എമൗണ്ട് ടാക്സ് ആയിട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് എൻ്റർ അടിക്കുകയാണെങ്കിൽ ഇവിടുന്ന് തന്നെ കൊടുക്കാം. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ പോലെ Ctrl+Enter അടിക്കുകയാണെങ്കിൽ വൗച്ചറിലേക്ക് വരാം. ഏത് മെത്തേഡ് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ ക്യാഷിനൊരു സർവീസ് കോൺട്രാക്റ്റ് വിറ്റിട്ടുണ്ട്, അതിൻ്റെ ടാക്സ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല, മറന്നു പോയതോ അല്ലെങ്കിൽ ടാക്സ് എടുക്കേണ്ടെന്ന് വിചാരിച്ച് കൊടുത്തതോ ആണ്. പക്ഷേ ഇങ്ങനത്തെ ടാക്സബിൾ ട്രാൻസാക്ഷൻ അത് നിങ്ങൾ കൊടുക്കണം എന്ന് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു എററായിട്ട് കാണിച്ചു. അപ്പോൾ നിങ്ങളിവിടെ നിർബന്ധമായിട്ട് ടാക്സ് കൊടുക്കുക, ഔട്ട്പുട്ട് ഉണ്ടോ. ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ അവിടുന്ന് ഇതേപോലെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. എങ്ങനെയാണെങ്കിലും അത് റിപ്പോർട്ടിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഒരു ട്രാൻസാക്ഷൻ. സോ നമ്മൾ ചെയ്തു വരുമ്പം ഇവിടെ മിസ്റ്റേക്കുകളെല്ലാം സോൾവ് ആയി. ഒരു മിസ്റ്റേക്കും കൂടി കിടപ്പുണ്ട്. നിങ്ങൾക്കും അതിൽ വന്ന് എൻ്റർ അടിച്ചാൽ നേരെ ഇതേപോലെ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതാണ്. അങ്ങനെ പരിഹരിച്ചതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഒരെണ്ണം മിസ്റ്റേക്കായിട്ട് കിടപ്പുണ്ട്. ഈ ഒരു കൗണ്ട് അവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം അവിടെ നിങ്ങളുടെ നിങ്ങളുടെ റിട്ടേൺ കറക്റ്റ് അല്ല, നിങ്ങളുടെ റിട്ടേൺ പെർഫെക്റ്റ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സോ അതും കൂടി ഞാനിപ്പോൾ കാണിച്ച മെത്തേഡുകൾ തന്നെ ഉപയോഗിച്ച് നിങ്ങൾ ഇൻകംപ്ലീറ്റ് ഓർ മിസ്മാച്ച് ഇൻഫർമേഷൻ 0 ആക്കിയതിനു ശേഷം മാത്രമേ നിങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്യാൻ പാടുള്ളൂ. റിട്ടേൺ എങ്ങനെ ഫയൽ ചെയ്യാന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, GSTR 1-ൻ്റെ. നിങ്ങളത് നോക്കുക. ഇത് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ ഉപയോഗിച്ച് കറക്റ്റായിട്ട് അങ്ങനെ റിട്ടേണുകൾ ഫയൽ ചെയ്യുക. ഓക്കെ, താങ്ക് യു.